1, 2, 3, 4, 5 നാഷണൽ വാർത്തകളിലേക്കാണ്. അപ്പോൾ ദേശീയ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മുംബൈയിൽ 2.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. സ്വകാര്യ ഭാഗങ്ങളിൽ പരുക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി മരിച്ചു. ഇരുവർക്കുമെതിരെ ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. മുംബൈ ഘാട്ട്കോപ്പറിൽ അഴുക്കുചാലിൽ വീണ 8 വയസ്സുകാരിയെ രക്ഷിക്കുന്നതിനിടെ 28 വയസ്സുകാരന് ദാരുണാന്ത്യം. അഴുക്കുചാലിൽ വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തി യുവാവിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച അട്ടാരി വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ നാളെ പുനരാരംഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം ചെയ്യുകയോ ചെയ്യില്ല. അട്ടാരി, ഹുസൈനിവാല, സദ്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന ചടങ്ങിൽ മാറ്റമുണ്ടാകും. AGR കുടിശ്ശിക എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് ടെലികോം ഭീമന്മാരായ വോഡഫോൺ, എയർടെൽ, ടാറ്റ ടെലി സർവീസസ് എന്നിവർ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ JB പർദിവാല, ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി 30,000 കോടി രൂപ എഴുതി തള്ളണമെന്ന് വോഡഫോൺ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസത്തെ ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജഡ്ജിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സുപ്രീംകോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിയമം പുനഃപരിശോധിക്കണമെന്ന് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു.